Please read and understand the scriptures for yourself with an open mind and not following man-made interpretations. ദൈവം ഏകനെന്നു വിശ്വസിക്കുന്നവരും മറിച്ച് ത്രിയേകനെന്നു വിശ്വസിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ദൈവത്തെപ്പറ്റി വളരെ വ്യക്തമായി തന്നെ തിരുവെഴുത്തുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും വിശ്വാസികളുടെ ഇടയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധ ആത്മാവ് എന്നിങ്ങനെ 3 വ്യക്തികൾ ഉണ്ടെന്നും അവർ ശരീരത്തിൽ 3 ദൈവത്വത്തിൽ ഒന്നാണെന്നും പഠിപ്പിക്കുന്നതാണ് ത്രിയേക ദൈവവിശ്വാസം. ഉദാഹരണമായി പലരും മനുഷ്യന്റെ ആത്മാവിനെയും ദേഹിയെയും ശരീരത്തെയും ചൂണ്ടിക്കാണിക്കാറുണ്ട്. എന്നാൽ ആത്മാവും ദേഹിയും ശരീരവും കൂടിച്ചേർന്ന മനുഷ്യൻ വ്യക്തികളല്ല, ഒരു വ്യക്തി മാത്രമാണ്. ദൈവം 3 വ്യക്തികളായി നിലനിൽക്കുന്നുവെന്ന് ത്രിത്വവിശ്വാസത്തിൽ പറയുന്നതിനാൽ തന്നെ ഈ പഠനം തെറ്റായ ഒന്നാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നു. 3 വ്യക്തികളായി നിലനിൽക്കുന്നു എന്ന് പറയുന്നതാണ് തെറ്റ്. കാരണം ദൈവത്തിൽ പല വ്യക്തികളില്ല. ദൈവം ഏകനാണ്. അവൻ ആത്മാവാണ്. അദൃശ്യനായ ദൈവം വിവിധ രൂപത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നു എന്നതാണ് ശരിയായ നിർവചനം. ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ദൈവം ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ മാത്രം, മനുഷ്യനായ യാഹുഷ തന്നെ. ദൈവം ആത്മാവാണെന്നും അവൻ ഏകനാണെന്നും ഈ വചനങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇനി ആത്മാവായ ദൈവം, പിതാവായ ദൈവം, പുത്രനായ ദൈവം, റൂഹ ഹാകോദേശ് എന്നിങ്ങനെ ബൈബിളിൽ പറയുന്നത് എന്തെന്ന് നോക്കാം. ദൈവം അരൂപിയെന്നും ആത്മാവ് ആണെന്നും സമസ്തവും നിലനിൽക്കുന്നത് അവനിലാണെന്നും നാം മനസ്സിലാക്കി. ആത്മാവായ ദൈവത്തെ നമുക്ക് പരിശുദ്ധ ആത്മാവ് എന്ന് വിളിക്കാം. അദൃശ്യനും അരൂപിയുമായ പരിശുദ്ധനായ ആത്മാവാകുന്ന ദൈവം അനാദി മുതലേ പ്രത്യക്ഷനായിരിക്കുന്ന രൂപത്തെയാണ് പിതാവ് എന്ന് വിളിക്കുന്നത്. പിതാവിൽ നിന്ന് പുറപ്പെട്ട വചനമാണ് പുത്രൻ. പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനുമായ ഈ പുത്രൻ പരിശുദ്ധനായ ആത്മാവിന്റെ തന്നെ മറ്റൊരു പ്രത്യക്ഷതയാണ്. ഞാനും പിതാവും ഒന്നാണ്. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന ജ്ഞാനമാണ് റൂഹ ഹാകോദേശ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വസിക്കുവാൻ വേണ്ടി ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ചൈതന്യമാണ് ദൈവത്തിന്റെ ആത്മാവ്. വേറിട്ട് നിൽക്കുന്ന ആത്മാവ് എന്നാണ് റൂഹ ഹാകോദേശ് എന്ന വാക്കിന്റെ അർത്ഥം. നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്നത് ദൈവത്തിൽ നിന്നുള്ള ജീവാത്മാവാണ്. ഈ ജീവാത്മാവിനെ കൂടാതെ ജ്ഞാനമാകുന്ന ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതിനെയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ആത്മാവ് എന്തെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ നമുക്ക് ഊർജ്ജം എന്ന് പറയാം. ഊർജ്ജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കാണുവാനോ സാധിക്കില്ല. എന്നാൽ ഊർജ്ജം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാണ്. ചുരുക്കി പറഞ്ഞാൽ അരൂപിയായ ദൈവത്തിന്റെ രൂപമാണ് പിതാവും. പിതാവിൽ നിന്ന് പുറപ്പെട്ട വചനമാകുന്ന പുത്രനും. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന ചൈതന്യമാണ് ദൈവാത്മാവായ സഹായകനായ ജ്ഞാനമായ റൂഹ ഹാകോദേശ്. ഞാൻ ഇവിടെ വരെ പറഞ്ഞവ വ്യക്തമായി എന്ന് കരുതുന്നു. ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള ദൈവവചനങ്ങൾ നമുക്കിനി നോക്കാം. ദൈവത്തെപ്പറ്റി പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ആദ്യമായി ദൈവത്തിന്റെ പേര് എന്തെന്ന് നാം അറിയേണ്ടതുണ്ട്. വളരെക്കാലം മുന്നേ തന്നെ ബൈബിളിൽ നിന്ന് ദൈവത്തിന്റെ നാമം തുടച്ചു മാറ്റപ്പെട്ടു. ദൈവത്തിന്റെ എന്നേക്കും നിലനിൽക്കുന്ന ഏകനാമത്തിന് പകരം അർത്ഥമില്ലാത്ത പദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഇക്കാര്യങ്ങൾ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ദൈവത്തെ എന്ത് പേര് വിളിച്ചാലും യാതൊരു കുഴപ്പവുമില്ല, നമ്മുടെ ഹൃദയത്തെ അവൻ അറിയുന്നുണ്ടെന്ന് പറയുന്നവരാണ് കൂടുതലും. എന്നാൽ ദൈവത്തിന്റെ നാമം നമ്മിൽ നിന്ന് മറച്ചുവെച്ചതിന് തക്കതായ കാരണങ്ങളുണ്ടെന്ന് ഇക്കൂട്ടർ ചിന്തിക്കുന്നില്ല. ഇക്കാര്യത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാൻ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുക. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് ഇതാണ്, ഞാൻ ആകുന്നവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ദൈവം മോശയോട് പറഞ്ഞു, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യാഹ്വ, അബ്രഹാമിന്റെ ദൈവവും യിസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇത് എന്നേക്കും എന്റെ നാമമാണ്. എല്ലാ തലമുറകളിലും ഇത് എന്റെ ജ്ഞാപകമായിരിക്കും. ദൈവത്തിന്റെ നാമം യാഹ്വ എന്നാണെന്നും ആ നാമത്തിന്റെ അർത്ഥം ഞാൻ ആകുന്നവൻ എന്നാണെന്നും ഇവിടെ വ്യക്തമാക്കുന്നു. യാഹു എന്നാൽ ഞാൻ എന്നാണ് അർത്ഥമാക്കുന്നത്. അരൂപിയായ പരിശുദ്ധ ആത്മാവിന്റെ നാമം ആത്മാക്കളുടെ യാഹ്വ എന്നാകുന്നു. ഈ പരിശുദ്ധ ആത്മാവായ യാഹ്വയുടെ അനാദി മുതലെയുള്ള പ്രത്യക്ഷതയാണ് പിതാവായ യാഹ്വ. പിതാവായ യാഹ്വയിൽ നിന്ന് പുറപ്പെട്ട വചനമാണ് പുത്രനായ യാഹ്വ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന ആത്മാവാണ് ജ്ഞാനമാകുന്ന യാഹ്വ. തിരുവെഴുത്തുകളിലുടനീളം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൂടുതലായി നാം കാണുന്നത് പുത്രനായ യാഹ്വയെയാണ്. അതായത് സമസ്തവും സൃഷ്ടിച്ചത് പിതാവായ യാഹ്വയിൽ നിന്ന് പുറപ്പെട്ട വചനമാകുന്ന യാഹ്വ ആണ്. ആദിയില് വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു. അവന് ആദിയില് ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി. ഒന്നും അവനെക്കൂടാതെ ഉണ്ടായിട്ടില്ല. അവന് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. കാരണം അവനില് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവനുവേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവന്. അവനില് സമസ്തവും സ്ഥിതി ചെയ്യുന്നു. ഈ വാക്യങ്ങളിൽ നിന്നും പുത്രനായ യാഹ്വയാണ് സമസ്തവും സൃഷ്ടിച്ചതെന്നും
അവന്റെ രൂപത്തിലാണ് ആദത്തെ രൂപപ്പെടുത്തിയതെന്നും നാം മനസ്സിലാക്കി. ദൈവത്തെ കണ്ടാൽ നാം മരിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനു കാരണമെന്തെന്നാൽ ദൈവത്തിന്റെ മഹത്വത്തിനടുത്തു ആർക്കും കടന്നു ചെല്ലുവാനാകില്ല എന്നതുകൊണ്ടാണ്. എങ്കിലും മനുഷ്യന് കാണുവാൻ സാധിക്കുന്ന വിധത്തിൽ പല ആവർത്തി പുത്രനായ യാഹുവ പ്രത്യക്ഷത നടത്തുന്നുണ്ട്. ഏദേൻ തോട്ടത്തിൽ വച്ചു ആദത്തോട് സംസാരിക്കുന്ന പുത്രനായ യാഹുവ തന്നെയാൻ യാഹുവയുടെ ദൂതനായി അബ്രഹാമിനും യാക്കോബിനും ലോത്തിനും പിന്നീട് അഗ്നിയായും മേഘമായും മോശയ്ക്കും മറ്റുള്ളവർക്കും മുൻപിൽ പ്രത്യക്ഷനാവുന്നത്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ആത്മാക്കളുടെ യാഹുവയ്ക്ക് 2 രൂപമുണ്ടെങ്കിലും ഇവർ 2 വ്യക്തികളല്ല. പിതാവും പുത്രനും ഒന്ന് തന്നെയും അവന്റെ നാമം യാഹുവ അഥവാ ഞാൻ ആകുന്നവൻ എന്നുമാണ്. എന്നിരുന്നാലും പിതാവ് പുത്രനേക്കാൾ വലിയവനാണ്. പിതാവിന്റെ രൂപം ആർക്കും അടുത്തുകൂടാനാകാത്ത പ്രകാശം പോലെ വളരെയേറെ തേജസ്സും മഹത്വമുള്ളതുമാകുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനാണ്. ഭൂമിയുടെ നടുവിലുള്ള യഥാർത്ഥ യെരുസലേമിന്റെ രാജാവും പുരോഹിതനുമായ മെൽക്കിസദേക്കും പുത്രനായ യാഹുവയുടെ തന്നെ എന്നേക്കും നിലനിൽക്കുന്ന പുരോഹിത പ്രത്യക്ഷതയാണ്. മാനവരക്ഷക്കായി ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്നതും പുത്രനായ യാഹുവ തന്നെയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മളെ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെയും ഏകജാതന്റേതുമായ മഹത്വം. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. പുത്രനായ യാഹുവയുടെ മനുഷ്യപുത്രനായ പ്രത്യക്ഷതയ്ക്ക് നൽകപ്പെട്ട നാമം എന്നത് യാഹുഷ എന്നാണ്. ആ നാമത്തിന്റെ അർത്ഥം യാഹു രക്ഷിക്കുന്നു അഥവാ ഞാൻ രക്ഷിക്കുന്നു എന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവൻ യാഹുഷ എന്ന് പേരിടണം. എന്തെന്നാല് അവന് തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. നമ്മുടെ രക്ഷയ്ക്ക് നൽകപ്പെട്ട യാഹുഷ എന്ന ഏകനാമത്തിന് പകരം ഇന്ന് നാം ഉപയോഗിക്കുന്നത് അർത്ഥമില്ലാത്ത വാക്കുകളാണ്. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവന് ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയില് മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാല് ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യാഹുഷയുടെ നാമത്തിനു മുമ്പില് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകളും അടക്കുന്നതിനും യാഹുഷ യാഹുവ ആണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് സംശയം തോന്നുന്ന കാര്യങ്ങൾ ചോദിക്കുമല്ലോ. കുറച്ചുകൂടി ആഴത്തിലുള്ള കാര്യങ്ങളും മറ്റ് ദൈവവചനങ്ങളും ഞാൻ ചുവടെ ചേർക്കുന്നു. നമ്മുടെ കർത്താവായ യാഹുഷ തക്കസമയത്ത് വരുത്തുന്ന പ്രത്യക്ഷത വരെ, അതായത് വാഴ്ത്തപ്പെട്ടവനും ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവുമായ യാഹുഷയുടെ പ്രത്യക്ഷത വരെ കളങ്കമോ കുറ്റമോ കൂടാതെ കൽപ്പനകൾ പ്രമാണിക്കണം. അവൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാനാകാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തന്നെ. അവന് ബഹുമാനവും നിത്യാധിപത്യവും ഉണ്ടാകട്ടെ. ആമേൻ. ആത്മാക്കളുടെ യാഹുവ, പിതാവായ യാഹുവ, പുത്രനായ യാഹുവ, യാഹുവയുടെ ആത്മാവ് എന്നിങ്ങനെ നാം കണ്ടു. ഞാൻ ഇവിടെ ആത്മാക്കളുടെ യാഹുവായ പരിശുദ്ധ ആത്മാവെന്നും യാഹുവയുടെ ആത്മാവിനെ വേറിട്ട് നിൽക്കുന്ന ആത്മാവ് എന്നുമാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുവെന്ന് കരുതുന്നു. വേറിട്ട് നിൽക്കുന്ന ആത്മാവിനെ അല്ലെങ്കിൽ റൂഹ ഹാകദേശിനെയാണ് യാഹുഷ നമ്മുടെ സഹായകനായി വാഗ്ദാനം ചെയ്തത്. യാഹുവയുടെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. മനുഷ്യരുടെ ഉള്ളിൽ വസിക്കുന്ന നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവാത്മാവ് ആണ് യാഹുവയുടെ ആത്മാവ്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഹെനോക്കിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് നോക്കാം. ആ സ്ഥലത്ത് ഞാൻ നീതിയുടെ ഒരു ഉറവ കണ്ടു. അത് ഒരിക്കലും പരാജയപ്പെടാത്തതും ജ്ഞാനത്തിന്റെ അനേകം ഉറവകളാൽ ചുറ്റപ്പെട്ടതുമാണ്. ദാഹമുള്ളവരെല്ലാം കുടിച്ച് ജ്ഞാനം നിറഞ്ഞവരായി. നീതിമാന്മാരെയും തിരഞ്ഞെടുക്കപ്പെട്ടവരെയും വിശുദ്ധരെയും അവരുടെ വാസസ്ഥലവും കണ്ടു. ആ നാഴികയിൽ മനുഷ്യപുത്രൻ ആത്മാക്കളുടെ യാഹുവയുടെ സന്നിധിയിലും പുരാതനായവന്റെ സന്നിധിയിലും നാമകരണം ചെയ്യപ്പെട്ടു. സൂര്യനും അടയാളങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പ്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പ് ആത്മാക്കളുടെ യാഹുവയുടെ സന്നിധിയിൽ അവന്റെ നാമം വിളിക്കപ്പെട്ടു. നീതിമാന്മാർക്കും വിശുദ്ധർക്കും വീഴാതെ ആശ്രയിക്കാൻ അവനൊരു താങ്ങായിരിക്കും. അവൻ ജാതികളുടെ വെളിച്ചമായിരിക്കും. ഹൃദയം കലങ്ങിയവർക്കും അവൻ പ്രത്യാശയായിരിക്കും. ഭൂമിയിൽ വസിക്കുന്ന എല്ലാവരും അവന്റെ മുമ്പിൽ വീണു നമസ്കരിക്കും. അവനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ആത്മാക്കളുടെ യാഹുവയുടെ നാമത്തിനു സ്തുതി പാടുകയും ചെയ്യും. ആകയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും മറഞ്ഞിരിക്കുന്നവനും അവന്റെ സന്നിധിയിൽ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പും എന്നേക്കും ഉണ്ടായിരുന്നു. അവന്റെ സന്നിധിയിൽ അവൻ ഉണ്ടായിരുന്നു. വിശുദ്ധന്മാർക്കും നീതിമാന്മാർക്കും ആത്മാക്കളുടെ യാഹുവയുടെ ജ്ഞാനം അത് വെളിപ്പെടുത്തി. എന്തെന്നാൽ നീതിമാന്മാർ ഈ അനീതി നിറഞ്ഞ ലോകത്തെ വെറുക്കുകയും ത്യജിക്കുകയും ആത്മാക്കളുടെ യാഹുവയുടെ നാമത്തിൽ അതിന്റെ എല്ലാ പ്രവൃത്തികളെയും വഴികളെയും വെറുക്കുകയും ചെയ്തതിനാൽ അവൻ അവരെ സംരക്ഷിച്ചു.
അവന്റെ നാമത്തിൽ അവർ സംരക്ഷിക്കപ്പെടും. അവന്റെ ഇഷ്ടം അവരുടെ ജീവിതമായിരിക്കും. ആ നാളുകളിൽ ഭൂമിയിലെ രാജാക്കന്മാരുടെയും തങ്ങളുടെ നേട്ടങ്ങളാൽ ലോകത്തെ നേടിയ വീരന്മാരുടെയും മുഖം വിനയാൻവിതരാകും. അവരുടെ ഉത്കണ്ഠയുടെയും കഷ്ടതയുടെയും നാളിൽ അവരുടെ ആത്മാക്കൾ രക്ഷിക്കപ്പെടുകയില്ല. ഞാൻ തിരഞ്ഞെടുത്തവർക്ക് അവർ വിധേയരായിരിക്കും. ഞാൻ അവരെ പുല്ലുപോലെ തീയിലും ഈയും വെള്ളത്തിലും ഇട്ടുകളയും. അവയിൽ 10 കണ്ടെത്തുകയുമില്ല. എന്നാൽ അവരുടെ കഷ്ടദിവസത്തിൽ ലോകം സമാധാനം പ്രാപിക്കും. അവന്റെ സന്നിധിയിൽ അവർ വീഴും. അവരെ അവന്റെ കയ്യിൽ നിന്നു എടുക്കുവാനും ഉയർത്തുവാനും ആരും ഉണ്ടാവുകയില്ല. അവർ ആത്മാക്കളുടെ യാഹുവായെ തള്ളിപ്പറഞ്ഞു. അവന്റെ അഭിഷിക്തന്റെ ആത്മാക്കളുടെ യാഹുവായുടെ നാമം വാഴ്ത്തപ്പെടും. ഈ വാക്യങ്ങളിൽ ആത്മാക്കളുടെ യാഹുവായെയും പുരാതനായ യാഹുവായെയും മനുഷ്യപുത്രനായ യാഹുവായെയും യാഹുവായുടെ ജ്ഞാനമാകുന്ന ആത്മാവിനെയും ഒരുപോലെ കാണാൻ സാധിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നവയും വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒന്ന് തന്നെയാണ്. ജെറുസലേം ദേവാലയത്തിന്റെ നാശത്തിന് ശേഷം യാഹുഷ തന്റെ മഹത്വപ്രത്യക്ഷതയിൽ ഭൂമിയുടെ നടുവിൽ സ്ഥാപിച്ച സ്വർഗരാജ്യത്തെപ്പറ്റിയും ഇവിടെ സൂചനയുണ്ട്. എങ്കിലും നമുക്കൊരു ദൈവമേയുള്ളൂ. ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്കുവേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. ഒരു യാഹുവായെ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യാഹുഷ. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching, and I hope to see you all soon.